ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ കിളി പോയി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഞാൻ അങ്ങനെയാണ്. എനിക്ക് കുറച്ച് നേരത്തേക്ക് ഒരു കിളി പോയ അവസ്ഥയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ആ കിളി പോയത് ചായ കുടിച്ച് ഒരു അരമണിക്കൂർ കഴിയുന്നവരേ അങ്ങനെയാണ്. ഇപ്പം അങ്ങനെയല്ല. ഞാനൊരു 20-25 ആയപ്പോൾ ആ ഒരു ശീലം മാറ്റി രാവിലെ എണീറ്റ ഉടനെ വെള്ളം കുടിച്ച് തുടങ്ങി. എനിക്ക് എണീറ്റ ഉടനെ ചായ കിട്ടാതെ എൻ്റെ ഒരു ദിവസം തുടങ്ങാൻ പറ്റില്ല. അത്രയും എനർജി ലോ ആയിരുന്നതായിരുന്നു. പക്ഷേ ഞാനത് എൻ്റേതായ ഒരു രീതിയിൽ അതെടുത്ത് ഫോഴ്സ്ഫുള്ളി ഞാൻ മാറ്റി രാവിലെ എണീറ്റ ഉടനെ വെള്ളം കുടിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. പക്ഷേ ഇതുപോലെ കിളി പോയി കുറച്ച് നേരം ഇരിക്കും. അപ്പോഴാണ് എനിക്ക് തന്നെ ഒരു സന്തോഷം കിട്ടുക കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇന്ന് ഓഫീസും സ്കൂളും എല്ലാതും ഉള്ളതാണ്. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാറ് എനിക്ക് രമേശേട്ടനും ഓവർനൈറ്റ് ഓട്സും കാര്യങ്ങളും. ഇന്ന് ഞാൻ വിചാരിച്ചു മാറ്റി പിടിക്കാം, ഇഡ്ഡലിയും സാമ്പാറും. മിത്തുക്കുട്ടിക്ക് എപ്പോഴും ഉച്ചയ്ക്ക് കൊടുക്കുന്ന ചപ്പാത്തിയോ എന്താ വെച്ചാൽ അതാണ് ഞാൻ രാവിലെ കൊടുക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ അതിലും ചെറിയൊരു മാറ്റമുള്ളതുകൊണ്ടാണ് വിചാരിച്ചത് ഇഡ്ഡലിയും സാമ്പാറും ആക്കാം എന്നുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മുടെ സ്പ്രൗട്ട്സൊക്കെ ഒരു 11 മണി നേരത്തെ രമേശേട്ടൻ്റെ ഡയറ്റ് പ്രകാരമുള്ള ചില സംഭവങ്ങളാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞിരുന്നു അത് കാണിക്കണം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കുണ്ടല്ലോ ഈ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ എപ്പോഴും കുറച്ച് നേരത്തെ എണീക്കണം. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് അരമണിക്കൂർ മുന്നേ എണീക്കണം. അതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഈ ഒരു പ്രശ്നം വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അതായത് എന്തെങ്കിലും ചെറുതായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ നിലത്ത് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ അടിച്ചു വാരി തുടയ്ക്കുക. സാധാരണ എല്ലാ പണിയും കഴിഞ്ഞിട്ട് എനിക്കറിയാം ഇനിയും എന്തെങ്കിലും പോവും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അത് ഓരോ പ്രാവശ്യം ഓരോന്ന് പോകുമ്പോഴും അപ്പം അടിച്ചു വരിക, തുടയ്ക്കുക, കൈ കഴുകുക, ഇത് തന്നെയാണ് എൻ്റെ മെയിൻ പരിപാടി. അതുകൊണ്ട് തന്നെ എൻ്റെ സമയം ഒരുപാട് അവിടെ നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ ടൈം വേണം എന്നുള്ളൊരവസ്ഥയാണ്. ഇപ്പോൾ ചായ പോവുകയാണെങ്കിൽ ആ പോയ സ്ഥലം തന്നെ തുടയ്ക്കുക, പിന്നെയും തുടച്ചിരിക്കുക. ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടികൾ. അതെല്ലാം കഴിഞ്ഞ് അത് ചെയ്താൽ മതി എന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് മുന്നേ, അതുകൊണ്ടാണ് ഇരുട്ട് സമയമാകുമ്പോഴേക്കും നമ്മൾ എണീക്കും. മിത്തുക്കുട്ടീനെ നേരത്തെ വിളിക്കാറുണ്ട്. ഇപ്പോൾ അവൾക്ക് രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം എന്തൊക്കെയോ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞാൽ മിത്തുക്കുട്ടീനെ രാവിലെ എണീപ്പിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ബസ്മതി റൈസ് കൊണ്ട് നമ്മൾ ഒരു എന്താ പറയുക, പുലാവെന്നോ ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, പുലാവ് തന്നെ ഹൈ പ്രോട്ടീൻ പുലാവാക്കുക. അല്ലെങ്കിൽ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് വിചാരിച്ചു എളുപ്പം, കാരണം ഇന്ന് ഇഡ്ഡലി സാമ്പാറുമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആണ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ പൊതുവേ വയ്യനെ കാണുമ്പോൾ തന്നെ ഉണ്ട് മിത്തുക്കുട്ടി വന്നുടനെ. ഇന്നലെ രാത്രി മുതലേ എനിക്കുണ്ട് അതിങ്ങനെ എക്സസൈസിൻ്റെയും കോൾഡിൻ്റെയും എല്ലാം കൂടെ ആയിട്ട് മൊത്തം ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് എനിക്കിങ്ങനെ ഭയങ്കര ബോഡി പെയിൻ. ഇങ്ങനെ നടക്കണതിനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. സുകുമാരി സോമാ എന്ന് പറഞ്ഞ ആ മഴത്തുള്ളി കിലുക്കത്തിൽ നടക്കണ പോലെയാണ് എൻ്റെ ഒരു നടത്തം എന്ന് പറയണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പനിയും കൂടെ വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുക. അപ്പോൾ മിഥുൻ എന്നെ കണ്ടപ്പോൾ തന്നെ തോന്നി എന്തോ ഒരു പന്തികേടുണ്ടത്. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ തട്ടിക്കൂട്ടി എന്ന് പറഞ്ഞ പോലെ എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് വേണമല്ലോ 3 നേരം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പനീറും മഷ്റൂമും സോയയും പ്രോട്ടീൻ അങ്ങോട്ട് പോട്ടെ അല്ല. പിന്നെ രമേശേട്ടന് ഇതേ സ്പ്രൗട്ട്സ് വെച്ചിട്ടുണ്ട്. അതൊരു 10 മണി 11 മണിക്ക്. പിന്നെ ഈ ഒരു പുലാവിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ക്യാരറ്റും കുക്കുംബറും കൂടെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, തൈര്, നല്ല ടേസ്റ്റ് കേട്ടോ. പുലാവ് ഇത് റെഡിയായി. സാമ്പാർ അവിടെ റെഡിയായി കൊണ്ടിരിക്കുന്നു. ഇഡ്ഡലിക്കുള്ള സാമ്പാർ. രമേശേട്ടനാണെങ്കിൽ കുറച്ച് അധികം ടിഫിൻ ഇത്രയേ ഉള്ളൂ ടിഫിൻ എന്ന് പറയില്ലേ, ഇത്രയും ടിഫിൻ ഇപ്പോൾ വേണം. പക്ഷേ അത് നല്ലതാണ്. എല്ലാം നല്ല സംഭവങ്ങളാണ്. ഡോക്ടർ ഞാൻ പറഞ്ഞ പോലെ ഡയറ്റീഷ്യൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള രീതിയിലുള്ള ഫുഡ് ഐറ്റംസും പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ നടത്തം. ഇവരൊക്കെ പോയിട്ട് വേണം മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ എന്നുള്ള ഭാവമാണ് ഇപ്പോൾ എൻ്റെ കണ്ടത് കേട്ടോ. രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞ് ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് ഞാനിതേ കുളിച്ചു പറഞ്ഞാലും നനച്ചില്ല. ഇന്നലെ നന്നായിട്ട് ഷാമ്പൂ ഒക്കെ ചെയ്തതാണ്. അപ്പോൾ നന്നായി മേലൊക്കെ കഴുകി മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തു. അപ്പോൾ ഒരുവിധം ഇപ്പോൾ ഏകദേശം സമയം എൻ്റെ ശബ്ദം രാവിലെ ആകുമ്പോഴേക്കും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് സ്കിൻ കെയർ ചെയ്യാമല്ലേ. അപ്പം ഞാൻ ആദ്യം തന്നെ ടോണർ അപ്ലൈ ചെയ്തു. അത് സ്ഥിരമാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ പിന്നെ അടുത്തത് ഞാൻ അപ്ലൈ ചെയ്യാറ് ഫേസ് സിറാണ്. അതില്ലാത്തൊരു പരിപാടിയില്ല. 2 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഡെർമാക്കോൻ്റെ 15% വൈറ്റമിൻ സി ഫേസ് സിറാണ് കേട്ടോ. ഈ വൈറ്റമിൻ സി സീറം എഫക്റ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടി കുറച്ച് വെള്ളത്തിൽ ബെറ്റാഡിൻ സൊല്യൂഷൻ ഒഴിക്കുക. അതിലേക്ക് ഏതെങ്കിലും വൈറ്റമിൻ സി സിറത്തിൻ്റെ ഇതുപോലെ ഡ്രോപ്സ് ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളി എബ്സോർബ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എഫക്റ്റീവാണ്. അങ്ങനെ എബ്സോർബ് ആവാത്തതാണെന്നുണ്ടെങ്കിൽ അത് എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ സിറത്തിൽ 15% വൈറ്റമിൻ സി, അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് വൈറ്റമിൻ സിയും അതുപോലെ 5% നയാസിനമൈഡും ആണ് കേട്ടോ. അത് ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ B3 ആണ്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ നോൺ ഗ്രീസി സീറാണ്. ഇത് ഓവറോൾ കോംപ്ലക്ഷനെ എൻഹാൻസ് ചെയ്യാനും അതേപോലെ തന്നെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡെർമറ്റോളജി
ഡെർമറ്റോളജിസ്റ്റ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്നത് 1% ഹൈലൂറോണിക് സൺസ്ക്രീൻ എക്വ ജെല്ലാണ്. ഇത് SPF 50 PA++ ഉണ്ട്. അതുപോലെ ഫൈറ്റ് ചെയ്യും സൺ ഡാമേജിന്. പിന്നെ സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ സ്കിന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കും. അതേപോലെ തന്നെ നമുക്ക് മേക്കപ്പിന്റെ മേലെ അപ്ലൈ ചെയ്യാനും ഓയിലി സ്കിന്നിന് അടിപൊളിയാണ്. നല്ലൊരു മാറ്റ് ഫിനിഷും കിട്ടും കേട്ടോ. അപ്പോൾ ഡെർമാക്കോന്റെ ഈ 2 പ്രൊഡക്റ്റ് വാങ്ങാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്ന 2025 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% വരെ നിങ്ങൾക്ക് ഓഫ് കിട്ടും. അവരുടെ വെബ്സൈറ്റിൽ മാത്രം കേട്ടോ, ഡെർമാക്കോന്റെ വെബ്സൈറ്റിൽ. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഡെർമാക്കോ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ആമസോണിലും പേർപ്പിളിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. നമ്മൾ ഓരോ പ്രാവശ്യം അവരുടെ അടുത്ത് ബൈ ചെയ്യുമ്പോഴും നമ്മുടെ ഓർഡർ അവർ ലിങ്ക് ചെയ്യും, ഓരോ കുട്ടീനെയും എഡ്യൂക്കേറ്റ് ചെയ്യാൻ അലോങ് വിത്ത് ഭൂമി ഫൗണ്ടേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ചെറിയൊരു പൊട്ടും കാര്യങ്ങളൊക്കെ തൊട്ടിട്ട് ഇനി ഞാൻ പറഞ്ഞ പോലെ കുറച്ച് എഡിറ്റിംഗ് പരിപാടികളും കുറേ മടക്കി വെക്കാനും കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോഴേക്കും സമയം ഏകദേശം ഭക്ഷണം കഴിക്കാറാവും. കണ്ണ് എഴുതാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ കൺമഷി കാണാനില്ല. ഇതിപ്പം മിത്തുക്കുട്ടിയുടെ സ്ഥിരം പരിപാടിയായിരിക്കുന്നു. എൻ്റെ അടുത്തുള്ള ബ്യൂട്ടി പ്രോഡക്റ്റുകൾ മുഴുവൻ, അതും പ്രത്യേകിച്ചും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. അപ്പം ഞാൻ 2 വാങ്ങാറ്. പക്ഷെ ഞാൻ ഇന്ന് ചോദിക്കും, കൺമഷി നീ തിന്നാണോ ചോദിക്കുക. അപ്പോൾ ഒന്ന് കണ്ണെഴുതട്ടെ. എന്നും ഞാൻ ഇത് ഫുള്ള് ഇത് കണ്ടിട്ട് ഒന്നും തോന്നണ്ട, ഇതാണ് നമുക്ക് മടക്കി വെക്കാനുള്ളത്. എനിക്ക് ഏറ്റവും എന്താ പറയുക മടിയുള്ള പണി എന്നല്ല, ഏറ്റവും പണിയായി തോന്നുന്ന ഒരു കാര്യം ഒരു ദിവസത്തിൽ മടക്കി വെക്കല. അടിച്ചു വാരലോ തുടയ്ക്കലോ അല്ലെങ്കിൽ പാത്രം കഴുകൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഡിഷ് വാഷറിലുകൊണ്ട് കുറച്ച് പാത്രമേ പിന്നെ കഴുകുന്നുണ്ട്. പക്ഷെ ബാക്കി അടിച്ചു വാരൽ അല്ലെങ്കിൽ ഇവൻ ബാത്റൂം ക്ലീൻ ചെയ്യലൊന്നും എനിക്കൊരു പണിയായിട്ട് തോന്നാറില്ല. ഈ മടക്കി വെക്കൽ എനിക്ക് അത്യാവശ്യം സമയം പോണ പോലെ, അല്ലെങ്കിൽ അതിലൊരു എൻജോയ്മെന്റ് ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ്. അടിച്ചു വാരലും ബാത്റൂം ക്ലീൻ ചെയ്യണേലൊക്കെ ഞാൻ നല്ല എൻജോയ്മെന്റ് കാണുന്ന ആളാണ്. അതെന്താണെന്നറിയില്ല. ഈ മടക്കി വെക്കൽ മാത്രം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഈ ഡിഷ് വാഷറൊക്കെ പോലെ ഈ മടക്കി വെക്കാൻ വല്ല മെഷീനും ഉണ്ടാണോ പോലെ എന്നാ രസമായിരുന്നു. അപ്പൊ ഇത് മിത്തുകൂട്ടരുടെ അടുത്ത് തന്നെ വെക്കട്ടെ, അല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് അമ്മേ, സത്യം പറഞ്ഞ ജിമ്മിൽ പോകുമ്പോഴുള്ള ആ ഒരു വേദനയും, ഇന്ന് ഭാഗ്യത്തിന് ലീവായോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ അതിൻ്റെ വേദനയും പ്ലസ് ഈ ക്ലൈമറ്റിൻ്റെ കോൾഡും എല്ലാം കൂടെ ആയിട്ടേ എൻ്റെ പണി കഴിഞ്ഞു. പനി വരുന്നുണ്ടോ എന്നൊരു സംശയം. നമ്മൾ പറയില്ല പിത്തളക എന്ന് പറയില്ല, പക്ഷെ പിത്തളക എന്ന് പറഞ്ഞിട്ടില്ല. 2 ആഴ്ച അവറായി പോയിട്ട്. ആ ഒരു ബോഡി പെയിൻ അല്ല ഇത്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല, ജലദോഷത്തിൻ്റെ ഒരു ബോഡി പെയിൻ പോലെ ഫീൽ ചെയ്യണം. അപ്പം ഇരുന്ന് സംസാരിക്കുകയും ചെയ്യാം, മടക്കി വെക്കുകയും ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞത് ഇതാണ്, പെൺകുട്ടികൾ ഒരു ടീൻസിലേക്കൊക്കെ എത്തുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രക്രിയയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കാലത്തൊന്നും അതില്ല. കാരണം നമ്മുടെ കാലത്തൊക്കെ നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടാവുന്ന ഒരു കൺമഷിയാണ്. അതിപ്പോൾ അമ്മമാർക്കും അത്രയേ ഉള്ളൂ. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം നമ്മളും വാങ്ങുന്ന സാധനങ്ങൾ, മിത്തുക്കുട്ടിക്ക് ലിപ്സ്റ്റിക് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ലിപ് ഗ്ലോസ് ഇടും, അതും കളറില്ലാത്ത. ഞാൻ ഇടയ്ക്കൊക്കെ ചോദിക്കാം ലിപ്സ്റ്റിക് ഇട്ടോ, മീൻസ് അങ്ങനെയല്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആ ലിബ അതൊക്കെ ടിൻറ്റടൊക്കെ ഇട്ട് നോക്കുന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഇഷ്ടമല്ല. പക്ഷെ കണ്ണ് എന്താണെന്നറിയില്ലേ, കണ്ണ് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ പോലെ തിന്നാണോ ചോദിക്കും ഞാൻ. എൻ്റെ കൺമഷി ഞങ്ങൾ 2 പേരും ഒരുമിച്ചായിരിക്കും വാങ്ങുക. എൻ്റെ കുറേ കാലം, കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും വീഡിയോൻ്റെ മുന്നിൽ വരുമ്പോഴോ അല്ലെങ്കിൽ എനിക്കൊരു മൂഡ് തോന്നുമ്പോഴൊക്കെ ഞാൻ കണ്ണ് എഴുതാറുള്ളൂ. അല്ലെങ്കിൽ ഞാനിപ്പോൾ കണ്ടില്ല ഇതുപോലെ ഇങ്ങനെ നല്ല തോന്നിയ പോലെ നടക്കും. മുടിയൊന്നും അങ്ങനെ ശ്രദ്ധിക്കൊന്നുമില്ല. ഇങ്ങനെ നടക്കാനാണ് എനിക്ക് കൂടുതൽ രസമായിട്ട് ഫീൽ ചെയ്യാറ് കേട്ടോ. അപ്പം മിത്തു അങ്ങനെയല്ല. മിത്തു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ പോലും, അതായത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ മുന്നേ തന്നെ അവൾ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വരുള്ളൂ. അത് ചെറുപ്പം മുതലേ മിത്തു അങ്ങനെയായിരുന്നു കേട്ടോ. അതായത് എണീറ്റ് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതിൻ്റെ മുന്നേ അവൾ ഓടി മുടിയൊക്കെ ചീകി, ബ്രഷ് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, മുടി ചീകി കണ്ണൊക്കെ എഴുതി നല്ല കുട്ടപ്പായിട്ട് നടക്കാനാണ് എപ്പോഴും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺമഷി പെട്ടെന്ന് തീരും. ആകുമ്പോൾ ഇങ്ങനെ അങ്ങനെ ആലോചിക്കുന്നു. ഞാനിപ്പോൾ അന്ന് ഇതുപോലെ എന്തോ അതായത് കണ്ണുമായി റിലേറ്റ് ചെയ്ത മസ്കാര, ഐലൈനർ, കൺമഷി, ഈ 3 ഞാൻ എത്ര വാങ്ങിയാലും അത് ഞാൻ ധൃതി പിടിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയമായിരിക്കും. ചിലപ്പോൾ ഡാൻസിനൊക്കെ പോണ നേരത്ത് ഇതൊന്നും കാണില്ല എൻ്റെ കയ്യിൽ, മൊത്തം ഇവിടെ ആയിരിക്കും. അങ്ങനെ ഞാനിത് സഹി കെട്ടി ഞാൻ പ്രാവശ്യം വാങ്ങിച്ചു കൊടുത്തതാണ്. പക്ഷെ വലിയ മെച്ചമൊന്നുമില്ല, പെട്ടെന്ന് യൂസ് ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ കണ്ണ് എഴുതരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഇപ്പം എന്നെ പേടിച്ച് ദിവസത്തിൽ 2 നേരം ആക്കിയിട്ടുണ്ടോ തോന്നുന്നു. മറ്റേത് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് എഴുതുമായിരുന്നു. പിന്നെ സ്കൂളിൽ പോലും ഇതൊക്കെ കാരണം പിന്നെ ഞാൻ പറയും രാവിലെ മാത്രം കണ്ണെഴുതാൻ, ഈവനിങ്ങിൽ വല്ല ക്ലാസ്സിന് പോകുമ്പോൾ അപ്പം കണ്ണെഴുതാൻ പാടുള്ളൂ, മേലെഴുതാം, അല്ലാതെ കണ്ണെഴുതരുത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് അതിലൊരു ഇത്തിരി ഇതുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കണ്ണെഴുതാൻ. അതും നന്നായിട്ട് എഴുതും കേട്ടോ. എനിക്ക് ഐലൈനറൊന്നും എഴുതാറില്ല. മിത്തു നല്ല ഭംഗിയിൽ വിങ്സൊക്കെ ഇടും, നല്ല രസമായിട്ട് കണ്ണെഴുതും. കണ്ണ് മാത്രമല്ല ഹെയർ സ്റ്റൈലും അടിപൊളി. ഞാൻ മേക്കപ്പ് ചോദിച്ചാലും ഞാൻ വളരെ പുറകിലോട്ടാണ് ഹെയർ സ്റ്റൈൽ. ഒന്നാമത് എൻ്റെ ഗേളി ഹെയർ, പിന്നെ എനിക്കങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാനുള്ളൊരു
ഒരു ക്ഷമയും കഴിവൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. മേക്കപ്പ് ചെയ്യാൻ എനിക്ക് ഓക്കെയാണ്. ഹെയർ സ്റ്റൈൽ ഞാൻ സ്ഥിരം ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ. അതുകൊണ്ട് തന്നെ ഞാൻ മിത്തുക്കുട്ടിക്ക് സാധാരണ അമ്മമാരും മക്കൾക്ക് ഇങ്ങനെ ഭയങ്കര ഫ്രഞ്ച് ബേഡ്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഗംഭീര ഹെയർ സ്റ്റൈൽ ഞാൻ എൻ്റെ ഓർമ്മയിലില്ല കേട്ടോ മിത്തുക്കുട്ടിക്ക് അങ്ങനെ ഭയങ്കര ഹെയർ സ്റ്റൈൽ. കാരണം മിത്തു ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ സ്വന്തമായിട്ട് ഹെയർ കെട്ടാൻ തുടങ്ങിയ കുട്ടിയാണ്. എന്താ പറയാ, ഒരു 3ാം ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് അതുവരെയും ഇങ്ങനെ ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതലേ മുടി വളർത്താൻ തുടങ്ങി. അതുവരെ ഇത്ര മുടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വെട്ടിക്കൊടുക്കും. അപ്പോൾ അന്ന് മുതൽ ഹെയർ വളർന്ന മുതലേ മിത്തു തന്നെ സ്വയം ഫ്രഞ്ച് ബ്രൈഡ്സ് എടുത്തിട്ടും സ്വയം മുടി മെടങ്ങിയിട്ടിട്ട് മുടിയൊക്കെ സ്വന്തം മെടങ്ങിയിടല് മിത്തുക്കുട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ ആ കാര്യത്തിലൊന്നും അങ്ങനെ അങ്ങോട്ട് വല്ലാതെ ഫോക്കസ് ചെയ്ത് എല്ലാ കാര്യം ചെയ്തു കൊടുക്കുക അങ്ങനെ ഞാൻ ശീലിപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ഇതായിരുന്നു. എല്ലാവരും എല്ലാ കുട്ടികളും അമ്മമാരാണ് ചെയ്തു കൊടുക്കുക മുടി കെട്ടലൊക്കെ എന്നൊക്കെ പറയാം. അപ്പം ഞാൻ പറയും അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ആവശ്യത്തിൽ കൂടുതലുള്ള കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ചെയ്തു തരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ എപ്പോഴും തോന്നാറുണ്ട്, അതായത് നമ്മൾ ഭയങ്കരമായിട്ട് കുട്ടികളെ പാമ്പർ ചെയ്യുമ്പോൾ, അതായത് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു പെർട്ടിക്കുലർ മൊമെന്റ് എത്തുമ്പോൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നേക്കാളും നല്ലത് ഘട്ടം ഘട്ടമായി സമയം വരുമ്പോൾ എല്ലാ കാര്യങ്ങളും, അതിനിപ്പോൾ പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും അങ്ങനെ തന്നെ. ഇപ്പൊ ഗീതുവിന്റെ മോനൊക്കെ ആണെങ്കിലും ഇപ്പോഴേ അവൻ കിച്ചണിൽ കയറും, അവൻ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കും. ഒരു ആൺകുട്ടി ആയതുകൊണ്ട് അവൻ ഭക്ഷണം ഉണ്ടാക്കാതിരിക്കാൻ എപ്പോഴും എനിക്ക് ഭയങ്കര, അതായത് അത് പൊതുവേ ജോലി എടുക്കുന്ന അമ്മമാർക്ക് ഉള്ളൊരു പ്രത്യേകതയാണ്. കാരണം ഞാൻ മിത്തു 2 വയസ്സായപ്പോൾ മുതൽ ഈ പറഞ്ഞ പോലെ ഞാൻ ജോലിക്ക് പോയി. അതിന് മുന്നേ പോയിരുന്നു. പക്ഷെ മിത്തുവിന് 2 വയസ്സാവണവരെ ഞാൻ ചെറിയ ബ്രേക്ക് എടുത്ത് അന്ന് മുതൽ ജോലിക്ക് പോയിരുന്നു. അപ്പോൾ ഒരു ജോലിക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും കുട്ടികൾ ഈ എല്ലാ കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ആവും. അപ്പം നമുക്ക് അതൊക്കെ ഭയങ്കര ഗിൽട്ട് ഫീൽ, പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഗിൽട്ട് ഫീൽ ആയിരുന്നു. അയ്യോ ഒന്നും. പക്ഷെ എനിക്കെപ്പോഴും എൻ്റെ കാര്യത്തിലും ഗീതുവിൻ്റെ കാര്യത്തിലും എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, അതായത് മാധവാണെങ്കിലും മിത്തു ആണെങ്കിലും ഭയങ്കര മെച്ചുവേർഡ് എന്നുള്ള പറയണേക്കാളും നല്ലത് അവനവൻ്റെ കാര്യം നോക്കാൻ ഭയങ്കര കാര്യപ്രാപ്തിയുള്ള 2 കുട്ടികളാണ്. അതിന് ഒരു ഉദാഹരണമാണ് 2ാമത്തെ ആളെ നിക്കി. കാരണം അവൻ വരുമ്പോഴേക്കും കോവിഡായി, അവൻ ജനിച്ചപ്പോഴേക്കും കോവിഡായി. പിന്നെ അവൻ ഇപ്പോഴും എല്ലാം ചെയ്തു കൊടുക്കാൻ മാധവുണ്ട്, പിന്നെ അച്ഛനമ്മ. അവനൊരിക്കലും ആ ഒരു ഡേ കെയർ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഒന്നും വരാത്തതുകൊണ്ട് ആ ഡിഫറൻസ് മാധവിലും നിക്കിക്കും ശരിക്കും കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് മിത്തുവിൻ്റെ കാര്യത്തിൽ. മിത്തു ചെറിയ കുട്ടിയാകുമ്പോൾ മുതലേ ഞാൻ രാവിലെ 6:30 എണീറ്റ് ജോലിക്ക് പോകും. രമേശേട്ടനാണ് മിത്തുവിൻ്റെ ബാക്കി ബ്രഷ് ചെയ്യിക്കലും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ സോക്സ് ഇടല്, ഷൂ ഇടല്, വന്നു കഴിഞ്ഞാൽ സോക്സ് കറക്റ്റ് സ്ഥലത്തെടുത്ത് ഷൂ കറക്റ്റ് സ്ഥലത്തെടുത്തേക്കല്, യൂണിഫോം മാറ്റല്, മേലെഴുകൽ, ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. മിത്തു അത് ചെയ്യും, മിത്തു ഇത് ചെയ്യും. കാരണം മിത്തു അത് ഡേ കെയറിൽ യൂസ് ടു ആയി. അത് പിന്നെ എന്താ ചൊട്ടയിൽ ശീലം ചുടല വരെ എന്ന് പറഞ്ഞ പോലെ അതങ്ങനെ ശീലായി വന്നു കഴിഞ്ഞാൽ ഒരു ചിട്ട വരും. പിന്നെ അവർക്കും അറിയാം, അയ്യോ അമ്മ രാവിലെ 4 മണിക്ക് എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി 6:30 ആകുമ്പോഴേക്കും പോണതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ പിന്നെ ട്യൂഷനും കാര്യങ്ങളും, അല്ലെങ്കിൽ അമ്മ എന്നെ പഠിപ്പിക്കാൻ ഇരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മ പിന്നെ രാത്രി വന്ന് എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. പപ്പയാണെങ്കിൽ അങ്ങനെ അവർക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ദിവസം വയ്യാതെ ആയാലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വൈകിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില ദിവസം ആകുമ്പോൾ ഇങ്ങോട്ട് പറയും. ഇതിപ്പോൾ ഞാൻ ഈ പ്രായമല്ല പറയുന്നത്, ഞാനൊരു LKG UKG ഇപ്പൊ 8ലായി. LKG UKG കാലം മുതലേയുള്ള കാര്യമാണ് ഞാൻ മിത്തുക്കുട്ടിയുടെ പറയണത്. ഞാനിപ്പോൾ ഇവിടെ എന്തിനാത് പറഞ്ഞത് ചോദിച്ചാൽ ഇത് വേണമെങ്കിൽ ഒരു ടോപ്പിക്കായിട്ട് ഇടായിരുന്നല്ലോ. പക്ഷെ എനിക്കിതിവിടെ ഇതിങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ പറയണം തോന്നി. സാധാരണ മിത്തുക്കുട്ടിയാണ് എനിക്ക് വൈകിട്ട് ഇപ്പം ഞാൻ ചെയ്യിക്കാറില്ല, മടക്കി വെച്ച് തരാറ്. ഇപ്പോൾ ആള് പഠിക്കാനായിട്ട് ഭയങ്കര ബിസി ആവുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിൽക്കണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് അവർക്ക് അറിയാം, അവരുടെ പാരൻസ് വർക്ക് ചെയ്യുന്നവരാണ്, ആ ഒരു അഡ്ജസ്റ്റിൽ ജീവിക്കണം. അതേപോലെ വീട്ടിലെ പണികളൊക്കെ എടുക്കണം. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആണെങ്കിലും നമ്മൾ അന്ന് പണിയെടുത്താളുണ്ട്. ഇപ്പം നമുക്ക് കുക്കിനെ വെക്കാനും അല്ലെങ്കിൽ അടിച്ചു വരി തുടങ്ങി എല്ലാത്തിനും നമുക്ക് പൈസ കൊടുക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്. നമുക്ക് എന്താ പറയുക, അങ്ങനെ ആളെ വെക്കാനുള്ളൊരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെ അതൊക്കെയുള്ള സൗകര്യങ്ങൾ നമുക്ക് കൂടി അന്ന് മുതലേ നമ്മളത് പണിയെടുത്ത് ആ ഒരു ലെവലിൽ എത്തിയോണ്ട് ഇപ്പൊ നമുക്കതൊക്കെ ചെയ്യാം. പക്ഷെ പണ്ട് നമ്മളതൊന്നും ആയിരുന്നില്ല, എല്ലാം നമ്മൾ തന്നെ ആയിരുന്നു. വീട്ടിലെ കാര്യങ്ങളും ടാസ്കിങ് ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവും. അപ്പൊ അന്ന് മുതലേ അത് ഇങ്ങനെ പാത്രം കഴുകിയിട്ടാണെങ്കിലും തുണി മടക്കി വെച്ചിട്ടാണെങ്കിലും വീട്ടിൽ അടിച്ചു വരിയിട്ടാണെങ്കിലും ഒക്കെ കുട്ടികൾ ഇങ്ങനെ ശീലിക്കുമ്പോൾ അവർക്ക് വലുതാകുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള
നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഒരു മമ്മാസ് ഗിൽട്ടൊന്നും ഇല്ലാതെ അത്യാവശ്യം വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. നീയും ഹസ്ബൻഡാണെങ്കിലും അതെ, കുട്ടിയാണെങ്കിലും അതെ, ആരൊക്കെ വീട്ടിലുണ്ടോ അവരെല്ലാ പണികളും ഷെയർ ചെയ്ത് എടുക്കുമ്പോൾ നമ്മളും പെട്ടെന്ന് കിടപ്പിലാവില്ല, നമ്മളും പെട്ടെന്ന് രോഗിയായി മാറില്ല, നമ്മളും കുറച്ചൊരു ഇതാവും. കുട്ടികൾക്കും അത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഭാവിയിലൊക്കെ വളരെ യൂസ്ഫുൾ ആവും. പിന്നെ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്കൊരു വയ്യായ്ക വരുമ്പോഴൊക്കെ നമ്മുടെ കുട്ടികൾ ഒരു 5ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഒക്കെ ആയാലും നമുക്ക് ടെൻഷൻ. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞ ഒരു പനി വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പണ്ടൊക്കെ എനിക്ക് ടെൻഷനായിരുന്നു. ഇപ്പം എനിക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം എല്ലാം മിത്തു ഹാൻഡിൽ ചെയ്യും. മിത്തുവിൻ്റെ കാര്യം മാത്രമല്ല, അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളും മിത്തു അത്യാവശ്യം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ക്ലീനിങ് ആയാലും കുക്കിംഗ് ആണെങ്കിലും അത്യാവശ്യം ഒരു 3-4 ദിവസമൊക്കെ നമുക്ക് വയ്യെങ്കിലും നമുക്ക് പിടിച്ചെക്കാൻ, വീട്ടിൽ ആരും ഇല്ലെങ്കിലും നമുക്ക് പിടിച്ചെക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് എനിക്കൊരു ടോപ്പിക്കായിട്ട് വേണമെങ്കിൽ എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു വർക്കിംഗ് വുമൺ ആയതിൻ്റെ ഒരു ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി. എനിക്കറിയില്ല ഇനിയിപ്പോൾ വീട്ടിലുള്ള അമ്മമാരാണെങ്കിലും അങ്ങനെ ആവോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മളൊക്കെ പറയണ പോലെ ഡേ കെയറിലിടുമ്പോൾ കുട്ടിയുടെ സ്വഭാവം മോശമാവും, അതൊക്കെ ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്കും ഈ പറഞ്ഞ പോലെ ഗീതുവിൻ്റെ കുട്ടിക്കാണെങ്കിലും സ്വഭാവത്തിൻ്റെ പേരിലാണെങ്കിലും മെച്യൂരിറ്റിയുടെ പേരിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യണ പേരിലാണെങ്കിലും ഒക്കെ കുറേയൊക്കെ അതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഡേ കെയറിൽ പോയതും. ഓഫ് കോഴ്സ് അവർക്ക് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് പിന്നെയും മിത്തു നാശമായത്. അതും എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. ശരിക്കും എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം ഞാൻ ഈ യൂട്യൂബിൻ്റെ പേരും പറഞ്ഞ് വീട്ടിലിരുന്ന് വർക്ക് ചെയ്തപ്പോഴാണോ അവളൊരു മടിച്ചത്. അമ്മ വീട്ടിലിരിക്കല്ലേ എന്നൊരു തോന്നൽ കുട്ടികൾക്ക് ഉണ്ടാവും. മറ്റേതാകുമ്പോൾ അമ്മ പാവം രാവിലെ പണിക്ക് പോവല്ലേ, അയ്യോ പാവൻ്റെ അമ്മ എന്നൊക്കെ ഉള്ള ഒരു തോന്നലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാം നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ജോലിക്ക് പോകുന്നവരാണെങ്കിലും എല്ലാം വാരി കൊടുത്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടേ ജോലിക്ക് പോകുള്ളൂ എന്നൊക്കെ ആകുമ്പോൾ കുറച്ച് നമുക്കായിട്ടുള്ള ടൈമും വേണം എന്നൊക്കെ നമ്മൾ ഇനിയുള്ള ജനറേഷൻ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ജനറേഷൻ വരെ നമുക്കിനി ഇത് മാറ്റാൻ പറ്റില്ല. നമ്മുടെ പാരൻസിനാണെങ്കിലും നമ്മുടെ ആ ഒരു ജനറേഷൻ വേറെ ഒരു തോട്ടാണ്, അവരുടെ ഒരു ചിന്താഗതിയെ വേറെയാണ്. നമുക്കത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ജനറേഷൻ മുതൽ നമുക്കിത് മാറി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മുടെ അടുത്ത ജനറേഷനിലെ പിള്ളേർക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതായത് നമുക്ക് അമ്മമാരെന്ന് പറഞ്ഞാൽ പണിയെടുക്കാൻ മാത്രമുള്ളവരല്ല, നമുക്കൊരു ഫ്രീ സ്പേസ് വേണം. നമുക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ടൂർ പോകാൻ തോന്നും, നമുക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാണ്ടാവും. നമുക്കൊരു സെൽഫ് സ്പേസ് വേണ്ടി വരും. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ മാത്രമായിട്ട് എല്ലാത്തിനും കുട്ടികളെ വലിച്ചു കൊണ്ടുപോകുക, എല്ലാവരും വേണം, അല്ലെങ്കിൽ അതൊരു ഗിൽറ്റ് ഫീലിംഗ് ആണ്. നമുക്കായിട്ടൊരു സ്പേസ്, നമുക്കായിട്ട് ഒന്നുമില്ലാത്തൊരു ജീവിതം, അങ്ങനെയൊന്നും വേണ്ട. അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർക്കത് മനസ്സിലാവും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുള്ളത് കേട്ടോ. അവരും അത് അങ്ങനെ ഒരു ഇതിൽ നമുക്ക് വളരെ ആക്ച്വലി നല്ലൊരു ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനും മിത്തുകുട്ടിയും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അടുത്ത ജനറേഷന് അത് കുറച്ചും കൂടെ അവർക്ക് പാരൻറ്റിങ് ആകുമ്പോഴും കുറച്ചും കൂടെ നല്ലതാവും എന്ന് എനിക്ക് തോന്നുന്നു. ഈ വക ഡയലോഗുകളൊക്കെ അടിച്ചിങ്ങപ്പോൾ ഇവിടെ കിടക്കും. എനിക്ക് പനി വരുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. ഇനി ഞാൻ എൻ്റെ പുലാവ് കഴിക്കട്ടെ. ഹൈ പ്രോട്ടീൻ എന്നൊന്നും പറയാൻ പറ്റില്ല. കീൻവ ആണെങ്കിൽ കുറച്ചും കൂടെ ഹൈ പ്രോട്ടീൻ. ഇതിപ്പോൾ പനീർ, സോയ ഒക്കെ ഉണ്ടെങ്കിലും റൈസല്ലേ, പിന്നെ സാലഡും തൈര് അതൊക്കെ കൂട്ടിയിട്ട് പപ്പടം അച്ചാറും വേണമല്ലേ. വെറുതെ ആലോചിച്ചിൻ്റെ സമയം കളയണ്ട. അപ്പോൾ എന്തായാലും ഞാൻ ഇത് വേഗം മടക്കി വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. വേറെ ഒന്നുമല്ല, മിത്തുക്കുട്ടിക്ക് കുറച്ച് പ്രൊജക്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ മിക്കവാറും ദിവസം ഞങ്ങൾ ഈ കടയിൽ തന്നെ ആവും കേട്ടോ. ഞാനെന്നിട്ട് എപ്പോഴും ചോദിക്കും ഇതിന് മാത്രം പ്രൊജക്റ്റ് ഇടുന്നതാണെന്നുള്ളത്. കാരണം ചാർട്ട് പേപ്പറാണ് എന്നും. ഞാനാണെങ്കിൽ അവിടെ ഈ പൊട്ടും പരിപാടിക്ക് എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. ഈ ഇതിൻ്റെ ബ്ലാക്ക് പൊട്ട് ചെറുത്, അപ്പോൾ അത് എൻ്റെ കഴിഞ്ഞു. അപ്പോൾ ഈ റെഡ് എനിക്കിഷ്ടമല്ല, എനിക്ക് ഒട്ടും മാച്ചില്ലാത്ത പോലെ തോന്നും. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കും. ഇതൊരു ഗിഫ്റ്റ് ഷോപ്പും കൂടെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ബുക്ക് സ്റ്റോറാണല്ലോ ഇപ്പം മെയിൻ അല്ലേ. അതും നമ്മുടെ കാലത്തൊന്നും ഇങ്ങനെ പ്രൊജക്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, ഹോംവർക്ക് ഉണ്ടാവും എന്നല്ലാതെ. ഇതിപ്പോൾ എന്നൊന്ന് പറഞ്ഞ പോലെ ചാർട്ട് പേപ്പർ വാങ്ങുക, പിന്നെ ഒരു സാധനം പോയി വാങ്ങി വന്ന് നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും പറയും അത് മറന്നു. അങ്ങനെ ദിവസം നമ്മൾ ഈ ഒരു കടയിൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കലാണ് കേട്ടോ മെയിൻ പരിപാടി. അങ്ങനെ അനുഭവമുള്ളവരൊന്ന് പറയൂ. അത് കഴിഞ്ഞ് അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഇതൊക്കെ കണ്ട് കണ്ണടക്കിയല്ലേ നമുക്ക് നിവർത്തിയുള്ളൂ അല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് കഴിക്കും. പക്ഷേ ഇങ്ങനെ സ്ട്രീറ്റിലെ ഫുഡ് കഴിക്കാറില്ല. ഇത് ഡബേലി എന്ന് പറഞ്ഞിട്ട് കേട്ടോ, കഴിച്ചിട്ടുള്ളവർ പറയും നല്ല ടേസ്റ്റാണ്. അതൊരു സ്വീറ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, പക്ഷെ എനിക്ക്
അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ കിസാൻ കണക്റ്റിൽ പോയി കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സംഭവങ്ങളും ഒക്കെ ഒരു 2-3 ദിവസത്തേക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ വാങ്ങാറുള്ളൂ. ഒരാഴ്ചയ്ക്ക് ചിലപ്പോൾ വാങ്ങിച്ച് വയ്ക്കും. ഇപ്പോൾ നല്ല സീസണൽ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നല്ല വെജിറ്റബിൾസും നമ്മുടെ ക്യാരറ്റും ബ്രോക്കലി ആയാലും കുറേ അടിപൊളി ഫ്രഷ് സാധനങ്ങൾ വരുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാ അവിടെയൊക്കെ പോയി അതൊക്കെ പർച്ചേസ് ചെയ്ത് രംഷേട്ടൻ തിരിച്ച് വരുമ്പോഴേക്കും നമ്മൾക്ക് വീട്ടിലെത്തണം. ഒരു കാടിളകി വന്ന പോലെ ഉണ്ടാവും. കുറേ പച്ചക്കറി അല്ല, പുതിന, മല്ലി, മേത്തി. പുതിനയും മല്ലിക്കും എത്ര ബ്ലിങ്കിറ്റാന്ന് തോന്നുന്നുണ്ട്. ഇത് മുഴുവനെ വാങ്ങിയിട്ട് ബ്ലിങ്കിറ്റും. ഞാൻ ഒന്ന് പോയിട്ട് വാങ്ങിയിട്ട് വരാം കേട്ടോ. ബ്ലിങ്കിറ്റിന്ന് വേറെ ഒന്നുമില്ല, ഞാൻ നടന്നു പോയപ്പോൾ കിട്ടാത്ത ഒരു 2 സാധനങ്ങൾ വാങ്ങിക്കാൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലൊന്നാണ് ഇന്നത്തെ ഡിന്നറിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഇംലി സോസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ ഡിന്നർ എന്താണെന്നുള്ളത്. അപ്പം രംഷേട്ടനും മിത്തുക്കുട്ടിക്കും ചപ്പാത്തിയും ദാലുമാണ്. അത് നമ്മുടെ ഇതിലുള്ളതാണ്. രാത്രി ചപ്പാത്തിയും ദാലും കഴിക്കാം. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാന്ന് തോന്നുന്നു ചപ്പാത്തിയും ദാലും ആ ഒരു ഇതിലുള്ളത്. അപ്പോൾ ദാലും പ്രോട്ടീനുമാണ്, കാർബ്സുമാണ് ആക്ച്വലി. പ്ലസ് ചപ്പാത്തിയും ദാലിൻ്റെ കൂടെ നിറയെ വെജിറ്റബിൾസും അപ്പോൾ പാലക് ദാൽ സംഭവം പാലക്കും നല്ലതാണ്. അങ്ങനെ അപ്പം ഞാൻ മേത്തി ഞങ്ങളുടെ ഫേവറേറ്റ് കേട്ടോ. മേത്തി വെച്ചിട്ട് മേത്തി മട്ടർ ഉണ്ടാക്കാം. പിന്നെന്താ, മേത്തി ചിക്കൻ അടിപൊളിയാണ്, മേത്തി ആലു അടിപൊളിയാണ്. മേത്തി ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് 3 പേർക്ക്. അതിന് രംഷയ്ക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷേ എനിക്കും മിത്തുവിന് ഭയങ്കര ഇഷ്ടം. അത് വെറുതെ അങ്ങനെ ആലു വെറുതെ ഇട്ടിട്ട് വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ്, ആ ഒരു ഡ്രൈ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഓറഞ്ച്. അപ്പോൾ ഇന്ന് എൻ്റെ ഡിന്നർ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയില്ല, ഇന്ന് വർക്കൗട്ട് ഇല്ലാത്ത ദിവസമാണ്. ആഴ്ചയിൽ ഒരു ദിവസം ലീവാണ് ജിമ്മിന്. അപ്പോൾ ആ മാത്രമല്ല നമ്മളെപ്പോഴും പറയും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ബോഡിക്ക് 1-2 ദിവസം ബോഡിക്ക് കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ പറയില്ലേ, HITയും അതും ഇതും എല്ലാം കൂടെ ആയിട്ട് ഇന്ന് ശരിക്കും റെസ്റ്റ് കിട്ടിയത് എനിക്ക് നന്നായി. കാരണം ഒരു സുഖമുണ്ട്. ഇന്നും കൂടെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പണി കഴിഞ്ഞിരുന്നു കേട്ടോ. മെല്ലെ ആയിട്ട് 2 വീക്സ് ആണെങ്കിലും ഓരോ ദിവസം ഓരോന്നല്ലേ ചെയ്യുന്നത്. ചില ദിവസം HIT, ചില ദിവസം ഐസൊലേഷൻ. മറ്റേത് അങ്ങനെയല്ല, നമ്മൾ മറ്റേ ജിമ്മൊക്കെ ആകുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. ഇതങ്ങനെയല്ല. ഇത് ആ ഒരു സ്ലോട്ടിൽ എന്താ ഉള്ളത് വെച്ചാൽ അതാണ് ഞാൻ പോകാറ്. എൻ്റെ ഒരു ടൈമിങ്ങിൽ എനിക്ക് പോകാൻ അതാണ് എളുപ്പം. അപ്പം ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് നടന്നു എന്നല്ലാതെ. പിന്നെ ഇന്ന് അടിച്ചു വരി തുടയ്ക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു എക്സസൈസായി. ഞാൻ പറഞ്ഞില്ല, ഇന്ന് ആ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ പണിയൊക്കെ ചെയ്തുകൊണ്ട് ഇന്ന് ചെറിയൊരു എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പൊതുവേ കാലറി ബേൺ ആവാനുള്ള ചാൻസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രി അത്ര ഹെവി ആക്കണില്ല, വളരെ ലൈറ്റ്. പിന്നെ എനിക്ക് വിശക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് കാപ്പി കുടിച്ചു. സാധാരണ ഞാൻ പറഞ്ഞില്ലേ, രാവിലത്തെ ഒരു ചായ മാത്രമേ കുടിക്കാറുള്ളൂ. അതും എല്ലാം ഒഴിവാക്കാൻ പോവാണ്. ഇന്ന് ഞാൻ എന്താ പറയുക, എന്നും ഈവനിങ്ങിൽ ഗ്രീൻ ടീ ആണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഒട്ടും ഗ്രീൻ ടീ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കോഫി കുടിക്കാൻ തോന്നി. മധുരം വിശക്കില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഒരു ചാട്ട് പോലെ ഉണ്ടാക്കാം, ഒരു സ്നാക്ക് പോലെ. ഇതിലൊരു ഹൈ പ്രോട്ടീൻ സംഭവം ഒന്നുമല്ല. അപ്പോൾ ഒരു നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ, ഇവിടെ എപ്പോഴും ഇഷ്ടംപോലെ കിട്ടുന്നൊരു സാധനമാണ് സ്വീറ്റ് പൊട്ടറ്റോ. നമ്മുടെ ചക്കരക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് എന്നും പറയൂലേ. അപ്പോൾ അത് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പണ്ട് വെയിറ്റ് ലോസിൻ്റെ സമയത്ത് ഇതിൻ്റെ പൊറാട്ട ആയാലും ചാട്സ് ആയാലും ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ അത് വെച്ചിട്ട് അതിനാണ് ഞാൻ ഇംലി സോസ് വാങ്ങിച്ചത്. ഇതും പിന്നെ ഗ്രീൻ ചട്നി സോസിൽ നിന്ന് ഭയങ്കര കിടും ടേസ്റ്റാണ് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ ഇതിൻ്റെ റെസിപ്പി, അല്ലെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് എന്തായാലും ഇടാം. കിടു റെസിപ്പിയാണ്. അപ്പോൾ സ്ട്രോബെറി സീസൺ അല്ലേ, നല്ല സ്ട്രോബെറി ആവുമെന്ന് ഞാൻ വിചാരിക്കണം. അടിപൊളി സ്ട്രോബെറി ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ നാളേക്ക് മിത്തുക്കുട്ടിക്ക് സ്ട്രോബെറി ആൻഡ് ബനാന പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു വെറൈറ്റി. മിത്തുക്കുട്ടിയും ഇപ്പോൾ ഹെൽത്തി ഫുഡുകളാണ് ശരി. അതായത് നമ്മൾ വീട്ടിൽ ഹെൽത്തി ആകുമ്പോൾ മിത്തുക്കുട്ടിയും സ്വാഭാവികമായും അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. നമ്മൾ വീട്ടിൽ ജങ്ക് വാങ്ങുമ്പോഴാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്കിങ്ങനെ തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ സ്ട്രോബെറി ബനാന പാൻ കേക്ക്, അല്ലെങ്കിൽ ചിക്കനും ഫിഷും എന്നും ഉണ്ടാവും. അത് കുട്ടികൾ കഴിക്കുന്ന മുട്ട, ഇത് 3 ഞാൻ കൊടുക്കും. കാരണം ഒരു പ്രാവശ്യം മിഥുനിങ്ങനെ ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് ഡോക്ടർ വെച്ച് മുട്ട കൊടുക്കുക. അപ്പം നമ്മളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുക എന്താ ചെയ്യുമോ, മുട്ട കൊടുക്കരുത്, മുട്ട അങ്ങനെയാണ്, മുട്ട എങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു മുട്ട ആഴ്ചയിൽ 1-2. അപ്പോൾ ഡോക്ടർ ആഴ്ചയിൽ 1-2 ഈ വളരുന്ന പ്രായത്തിലെ കുട്ടിക്ക് ഒരു ദിവസം 5 മുട്ട വരെ കൊടുക്കൂ, ആഴ്ചയിൽ 1-2 മുട്ട എന്നല്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അത് ചിക്കൻ കൊടുക്കരുത്, അത് കൊടുക്കരുത്, മുട്ട കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറോട് ഡെയിലി ചിക്കൻ ഡെയിലി. അതിപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് ഫ്രീ ആൻറ്റിബയോട്ടിക് അങ്ങനത്തെ ചിക്കനും മുട്ടയൊക്കെ നാടൻ മുട്ടയൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ കൊടുത്താൽ മതി. അത് ഫിഷ്, ചിക്കൻ, മീൻ ഡെയിലി 5 മുട്ട വരെ കൊടുത്തു തുടങ്ങി. പക്ഷെ 5 മുട്ട
മുട്ടയൊക്കെ കൊടുക്കില്ല. ഞാൻ ഒരു മുട്ട കൊടുക്കും, അല്ലെങ്കിൽ ചില ദിവസം 2 മുട്ട കൊടുക്കും. പിന്നെ ഉച്ചയ്ക്ക് മീനും ചിക്കനും കൊടുക്കില്ല, സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് പനീറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയും. രാത്രി ഇപ്പം മിക്ക ദിവസവും ഞങ്ങൾ ഇപ്പോൾ ഇത് തുടങ്ങിയതിൻ്റെ ശേഷം എന്നും ചിക്കനോ മീനോ എന്നും ഉണ്ടാവും. അപ്പോൾ അതും കൊടുക്കും. അപ്പം ഞാൻ വേഗം ഇതായി വെജിറ്റബിൾസൊക്കെ എടുത്ത് വെച്ച് എൻ്റെ സ്വീറ്റ് പൊട്ടറ്റോ ചാട്ടിലേക്ക് കടക്കാൻ പോവാണ്. കാരണം അവരെ ഞാൻ കാത്തു നിൽക്കല്ല, രമേശേട്ടൻ വന്ന് ജിമ്മിലൊക്കെ പോയി ഒരുപാട് ലേറ്റായിട്ടൊക്കെ വന്നിട്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഞാനൊരു ടൈം ആയി കഴിഞ്ഞാൽ എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും. അപ്പോൾ ഇത് ഷോർട്ട്സായി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തത്. അപ്പോൾ തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് രാത്രി കിടക്കുമ്പോൾ നമ്മൾ ചന്ദ്രനെ കണ്ട് കിടക്കുക, മാനം നോക്കി കിടക്കാറില്ലേ, ഇതാണ് കേട്ടോ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.